അമാനി മൗലവിയും വെച്ചു പോയതാണ്. സക്കരിയ സലാഹി പറഞ്ഞു. കേട്ടോളെ, സഹാബത്ത് എന്താ വിശ്വസിച്ചത്? ഇവര് വിശ്വസിക്കും പോലെ അള്ളാഹ് ഒരു സിംഹാസനത്തിന് മുകളിൽ കയറി കുത്തിരുന്നു. കേട്ടോ, അലാ ഖിലാഫി മൻ സഅമ മിനൽ ഹിസാമിയ്യത്തി വൽ കറാമിയ്യത്തി അന്നഹു മുമാസുൽ ലിഅർശിഹി, അല്ലാഹ് അർശിന്മേൽ ഇരിക്കുകയാണ്, അർശിനെ തൊട്ടിരിക്കുകയാണ് എന്ന് വാദിച്ചത് പുത്തൻവാദികളായ ഹിസാമിക്കാരും കറാമിക്കാരുമാണ്. അവരെ വാദത്തിനെതിരാണ് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഖാദിർ ബഗ്ദാദി തങ്ങൾ പറയുന്നു, വഖദ് ഖാല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല, നിശ്ചയം അല്ലാഹു തആല, ഖലഖൽ അർശ, അവൻ അർശിനെ പടച്ചു, ഇദ്ഹാറൻ ലിഖുദ്റതിഹി, അവന്റെ കഴിവ് വെളിവാക്കാൻ വേണ്ടി പടച്ചതാണ്, ലാ മകാനൻ ലിദാതിഹി, അവന്റെ ദാത്ത് അവന്റെ സത്തക്കുള്ള സ്ഥലമായിട്ട് പടച്ചതല്ല, അവന് കേറിയിരിക്കാൻ വേണ്ടി പടച്ചതല്ല. ഖാല അയ്ദൻ, വീണ്ടും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് കാന, അല്ലാഹു ഉണ്ടായിരുന്നു, വലാ മകാന, അല്ലാഹു തആല ഉള്ളതിന് തുടക്കമില്ലല്ലോ, അന്നിവിടെ സ്ഥലങ്ങളില്ല, വഹുവല്ലാന കമാ കാന, അവൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവൻ ഉണ്ടായതുപോലെ ഇപ്പോഴും അവനുള്ളവൻ തന്നെ, അവന് മാറ്റമില്ല. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അവ സ്വർഗത്തിൽ കടക്കുന്ന മുസ്തഖീമായ വഴിയിലുള്ളവര്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സഹോദരന്മാരെ, മഹാന്മാരെ വഴി അല്ലാഹു അർശിന്മേലിരിക്കുന്നു എന്ന് പറയുന്ന വഴിയല്ല, അല്ലാഹു സ്ഥലകാലതീതനാണെന്ന് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ് കേട്ടോ. നിങ്ങൾ ആരും തന്നെ സലഫിയുടെ നീട്ടി മണിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചിട്ട് അവസാനം കാഫിറായി നിങ്ങളെ ഈമാൻ പോയി നശിപ്പിക്കരുതേ. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഉപദേശിക്കുന്നു. ഞാനിവിടെ മുമ്പ് പ്രസംഗത്തിൽ ഞാനത് വിശദീകരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അത് വേണമെങ്കിൽ ഞാൻ CD ഒന്നുകൂടി കേട്ടാം. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ വന്നിട്ട് മൗലവി പറയുന്നത്? ഞങ്ങള് മാത്രല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബുൽ ഉന്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുക്ക് കൈയുണ്ട്, കാലുണ്ട്, പടച്ചവൻ സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന് കിതാബുൽ ഉന്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നാദാപുരത്ത് വന്ന് മൗലവി പ്രസംഗിച്ചില്ലേ? ഓ മൗലവി, ഷാർജയിലെ റൂം എന്ന് പറഞ്ഞാ പോരെ, നാദാപുരത്ത് വന്നിട്ട് ഈ വിവരക്കേട് വിളമ്പണോ? മഹാനായ ഔസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അലീ തങ്ങള് അങ്ങനെ അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്നും അതുപോലെ അള്ളാഹു തആല സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടോ മൗലവി? പച്ചക്കള്ളമല്ലേ മൗലവി? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ പ്രത്യേകം പറയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. വയ്യാക അൻ തതറ അയ്ദൻ ബിമാ വഖഅ ഫിൽ ഗുന്യതി ലിഇമാം അൽ ആരിഫീൻ വ ഖുതുബിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ അൽ ഉസ്താദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഉന്യത്തിൽ നടന്ന ഒരു സംഭവം, കിതാബുൽ ഉന്യത്തിൽ നടന്ന ഒരു സംഭവം അത് കണ്ടു നീ പെട്ടുപോകണ്ട. അതെന്താ നടന്നത്? ഫൈന്നഹു ദസ്സഹു അലൈഹി ഫീഹാ മൻ സയന്തഖിമുല്ലാഹു മിൻഹു. ഖിയാമത്ത് നാളിൽ അല്ലാഹ് ഇത് പകരം കൊടുക്കും. അങ്ങനത്തെ ചില വിവരം കെട്ടവര് ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ എഴുതി ചേർത്തതാണത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബിൽ വിവരം കെട്ട ചില ആളുകള്, പടച്ചവനെ പേടിയില്ലാത്തവര് എഴുതി ചേർത്ത് കൊടുത്തതാണത്. ബഹുമാനപ്പെട്ട ശൈഖ് അതിന് ഉത്തരവാദി അല്ല. ഫഹുവ ബരീഉം മിൻ ദാലിക. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ എഴുതിയിട്ടില്ല. അത് ഈ കപട വിശ്വാസികൾ എഴുതി ചേർത്തതാണ് എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ കണ്ടു നീ പെട്ടുപോകണ്ട എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടില്ലേ? 145-ാമത്തെ പേജിലെ കിതാബ് കാണാത്ത മുജാഹിദിന്റെ കുട്ടികളെ ഷാർജയിലെ റൂമിൽ ഇരുത്തിയിട്ടെടുക്കുന്ന ക്ലാസ്സാണ് നാദാപുരത്ത് വന്നുള്ള പ്രസംഗം എന്ന് തെറ്റിദ്ധരിച്ചോ മൗലവി? ഈ കുടുക്കുന്ന നിങ്ങൾ സലാമത്താകാൻ പോകുന്നില്ല. ദുന്യാവിലും സലാമത്താവൂല, ആഖിറത്തിലും സലാമത്താവൂല കേട്ടോ. അത് നിങ്ങളെ മുജാഹിദിനോട് പറഞ്ഞാ മതി, ഞങ്ങളോട് വന്ന് വിളമ്പണ്ട. കിതാബിൽ ഉന്നത്തിലുണ്ടെന്ന്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സെൽസബീലില്ലേ ചില കിതാബുകളിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന്? ഇല്ലേ? ഞാൻ വായിക്കുന്നു കേട്ടോളൂ.
കൈക്രിയകൾ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും ധാരാളം നടന്നിട്ടുണ്ട്. നിങ്ങൾ കൈക്രിയ നടത്തിയതാണിത്. ഇത് നിങ്ങളെ സൽസബിയിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? എഴുതി വെച്ചോ മൗലവി. സൽസബീന്റെ പുസ്തകങ്ങളിലൊക്കെ മൗലവി തെരഞ്ഞു നോക്കിക്കോ, ഇല്ലെങ്കിൽ നിഷേധിക്കൂ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കിതാബുൽ ഉന്നത്ത് തന്നെ പരിശോധിച്ചാൽ അത് കൂട്ടിച്ചേർത്തതാണെന്ന് വ്യക്തമാകും. നോക്കോളൂ, ഇതിൽ മുഹീദ്ദീൻ ശൈഖിന്റെ വാചകമായി തന്നെ നമുക്ക് കാണാം. വലാ യജൂസു അലൈഹിൽ ഹുദൂദ് വലൻ നിഹായ വലൽ ഖബ്ൽ വലൽ ബഅദ് വലാ തഹ്ത് വലാ ഖുദ്ദാം വലാ ഖൽഫ് വലാ കൈഫ് لأن جميع ذلك ما ورد به الشرع إلا أن ما ذكرناه من أنه على العرش استوى على ما ورد به القرآن والأخبار بل هو عز وجل خالق لجميع الجهات. എന്താണ് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിന്റെ ഈ കിതാബിലൂടെ പറഞ്ഞത്? അല്ലാഹുവിന് അതിരില്ല, അറ്റമില്ല. മുമ്പ്, ശേഷം, താഴെ, മുന്നിൽ, ബേക്കിൽ, രൂപം, ഇങ്ങനത്തെ ഒന്നുമില്ല. പിന്നെയോ അലൽ അർശി ഇസ്തവ എന്ന് പറയാം. അലാ മാ വറദ ബിൽ ഖുർആൻ വൽ അഖ്ബാർ, ഖുർആനും ഹദീസിലും വന്നത് പറയാം. ബൽ ഹുവ അസ്സ വജല്ല ഖാലിഖുൽ ലിജമീൽ ജിഹാദ്, അല്ലാഹു തആല സർവ്വഭാഗങ്ങളിൽ പടച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഭാഗം ഇല്ല. ഇതാണ് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു പറഞ്ഞിട്ട് ഇവിടെ ഉള്ളത്. വലാ യജൂസു അലൈഹിൽ ഹുദൂദ് വലൻ നിഹായ, അല്ലാഹുവിന് അതിരില്ല, അറ്റമില്ല. എന്നാലേ ഇതിൽ കൂട്ടിച്ചേർത്ത വാചകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു സ്ഥലത്ത് പറയുന്നു അന്നഹു ഇസ്തിവാഉ ദാത്തി അലൽ അർശ്, അപ്പൊ അല്ലാഹു അർശിന്റെ മേലെയാണ് അല്ലാഹുവിന്റെ ദാത്ത് ഉള്ളത് എന്ന് സമർത്ഥിക്കുന്ന ശൈലിയിലാണ് ഇവിടെ സംസാരം. ഇനിയും കേട്ടോളൂ, വലിൽ അർശി ഹദ്ദുൻ യഅലമുഹുല്ലാഹ്, അർശിന് അതിരുണ്ട്. അല്ലാഹ്ക്ക് അതിരില്ല എന്നൊരു സ്ഥലത്ത്, അല്ലാഹ് അർശിന്റെ മുകളിലാണ് ഒരു ഭാഗത്ത്, ആ അർശിന് അതിരുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് അതിരുണ്ടായില്ലേ? അപ്പൊ വൈരുദ്ധ്യയില്ലേ? അപ്പൊ വാസ്തവത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഈ കിതാബിൽ മഹാനവറുകൾ എഴുതിയതല്ല. ഇത് ചിലര് മഹാനവറുകൾ എഴുതാത്ത ചില വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, മുഹീദ്ദീൻ ശൈഖിന്റെ ഉന്നത്തി മൗലവി എങ്ങനെ ഇവിടെ ഉദ്ധരിക്കാനായി ധൈര്യം വന്നത്? കാരണം മൗലവിമാരുടെ വാദം എന്താണ്? അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്നാണ്. അല്ലെ, അൽമനാറിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാണ്. അള്ളാന്റെ ഇരിപ്പിടം, അള്ളാഹ് ഇരിക്കുന്ന സ്ഥലമാണ് അർശ്. അൽമനാറിലുള്ളതാ. അല്ല, മുഹീദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞത്? ലാ അലാ മാനൽ ഖുഊദി വൽ മുമാസത്തി കമാ ഖാലത്തുൽ മുദസ്സിവത്തു വൽ കറാമിയ്യ, അല്ലാഹു തആല ഇരിക്കുന്നു എന്ന അർത്ഥത്തിലോ സ്പർശിക്കുന്നു എന്ന അർത്ഥത്തിലോ അല്ലാഹു അർശിന്മേലാണെന്ന് ആരും പറഞ്ഞേക്കരുത്. അപ്പൊ ഇരിപ്പിടമാണ് എന്നാ നിങ്ങൾ അൽമനാറിലുള്ളത്. അതിലെതിരാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഉന്നത്തിലുള്ളത്. ചിലർ കൂട്ടിച്ചേർത്തതും ഉണ്ട്. നിങ്ങൾക്ക് കാണാം മൗലവി എന്തെല്ലാം തോന്നിവാസങ്ങളാ വിളിച്ചു പറഞ്ഞത്. മൗലവി എന്താ വായിച്ചത്? ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ വായിച്ചു. അതിലെന്താ ഉള്ളത്? അഖ്ബാറു സിഫാത്തി തുമറു കമാ ജാഅത് ബിലാ തസ്ബീഹിൻ വലാ തഅതീലിൻ. എന്താ അതിന്റെ അർത്ഥം? സിഫത്തുകൾ വിവരിക്കുന്ന ഖുർആനിലും ഹദീസിലുമുള്ള വാചകങ്ങൾ വന്നതുപോലെ അങ്ങ് പറയേണ്ടതാണ്. അതിലൊന്നും തന്നെ സൃഷ്ടികളോട് തുല്യമാകുന്ന വിധത്തിൽ ഒന്നും അതിനെപ്പറ്റി വിവരിക്കരുത്. ആ ഹദീസും ഖുർആനിലും വന്നതില്ല എന്നും പറയരുത് എന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അതാ കൈഫശാ വ കമാശാ എന്ന് പറഞ്ഞതിന് മൗലവി എന്തൊക്കെയാ പറഞ്ഞത്? മേൽപോട്ട് നോക്കിയിട്ടോ കാല് താത്തിയിട്ടോ എന്നറിയില്ല എന്നല്ലേ അർത്ഥം വെച്ചത്. മൗലവി അതിനർത്ഥം അങ്ങനെയല്ല. കൈഫശാ വ കമാശാ എന്ന് പറഞ്ഞാൽ ആ അല്ലാഹു തആലയെ സംബന്ധിച്ച് വന്ന വാചകത്തിന് അല്ലാഹ് ഉദ്ദേശിച്ച മാന എന്താണ്, നബി തങ്ങൾ ഉദ്ദേശിച്ച മാന എന്താണ്, അത് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ്. ഇനിയും കേട്ടോളൂ സഹോദരന്മാരെ, ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ വ്യക്തമായി തന്നെ പറയുന്നത് കണ്ടോളൂ. വലാ നഖ്റുജു മിനൽ കിതാബി വസുന്നതി, ഖുർആനിലും സുന്നത്തിൽ നമ്മൾ പുറത്തു പോകില്ല. നഖ്റഉൽ ആയത്ത് നമ്മൾ ഓതും. അർറഹ്മാൻ വലൽ ഇസ്തവ ആയത്ത് നമ്മൾ ഓതും. യദുല്ലാഹി ഫൗക അയ്ദീഹിം ആയത്ത് ഓതും. വൽ ഖബറ യൻസിലു റബ്ബുനാ തബാറക വ തആല ഹദീസ് നമ്മൾ ഓതും. വനുമിനു ബിമാ ഫീഹിമാ, അതിലെന്താണോ ഉള്ളത് അത് നമ്മൾ വിശ്വസിച്ചു എന്ന് നമ്മൾ പറയും. വനഖിലുൽ കൈഫിയത ബിസിഫാതി ഇലാ ഇൽമില്ലാഹി അസ്സ വജല്ല, എന്താണ് പറഞ്ഞതെന്നതിന്റെ വിവരണം അത് അല്ലാഹുവിന്റെ ഇൽമിലേക്ക് നമ്മൾ തിരിക്കും. നമുക്കതറിയില്ല എന്ന് പറയും. കമാ ഖാല സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ. എന്താ സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞത്? കമാ വസഫല്ലാഹു തആല നഫ്സഹു ഫീ കിതാബിഹി, അല്ലാഹുവിന്റെ കിതാബിൽ അവന്റെ നഫ്സിനെ
അള്ളാഹു എന്താണോ പറഞ്ഞതുപോലെ നമ്മൾ പറയും. ഫതഫ്സീറുഹു ഖിറാഅത്തുഹു, അതിനെപ്പറ്റിയുള്ള വിവരണം അത് ഓതൽ തന്നെയാണ്. ലാ തഫ്സീറ ലഹു ഗൈറുഹാ, അത് ഓതലല്ലാത്ത ഒരു മഅനയും ഒരു വ്യാഖ്യാനവും ഒരു തഫ്സീറും ഒരു വിവരണവും അതിനെപ്പറ്റി നടത്താൻ പറ്റില്ല. വലം നുതകല്ലഫു ഗൈറ ദാലിക, അതല്ലാത്ത മറ്റൊന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഫൈനഹു ഗൈബുൻ, അത് മറഞ്ഞ വിഷയങ്ങളാണ്. ലാ മജാല ലിൽ അഖ്ലി ഫീ ഇദ്റാകിഹി, അതെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. വനസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയത വനഊദു ബിഹി മിൻ അൻ നഖൂല ഫീഹി വഫീ സിഫാതിഹി മാ ലം യുഖ്ബിർനാ ബിഹി ഹുവ ഔ